ഹായ്. അപ്പം ഇന്നും ഒരു യുദ്ധം എന്നുള്ള നിലപാടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് എൻ്റെ തിരുവനന്തപുരത്തു നിന്നുള്ള എൻ്റെ വീടിൻ്റെ ഭാഗമാണ്. ഇറങ്ങി അപ്പോൾ ഇന്ന് എനിക്ക് വർക്കില്ല, ജോലിയില്ല, അവധിയാണ്. ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ശമ്പളം ഇന്ന് പോകുമായിരുന്നു. ജോലി ഇല്ലാത്ത സമയം ഞാൻ ഇതേപോലെ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഇതെൻ്റെ വണ്ടിയാണ്, ഈ ഓട്ടോറിക്ഷ ഇതെൻ്റെ വണ്ടിയാണ്. ഈ വണ്ടി ഓടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അവധി ദിവസങ്ങളിലും ജോലി കഴിഞ്ഞിട്ടും ഈ വണ്ടി ഓടിയാണ്. ഇന്ന് ഞാൻ 2000 രൂപ 12,500 രൂപ ഞാൻ ഈ വണ്ടിക്കകത്ത് നിന്ന് ഉണ്ടാക്കേണ്ടതാണ്. ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് യുദ്ധത്തിന് ഇറങ്ങുന്നതുകൊണ്ട് ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ശമ്പളം പോയാൽ. അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അത് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിക്കുക. എൻ്റെ ആ ഒരു 5 കൊല്ലം കൊണ്ട് എന്നെ ഓട്ടിക്കുന്ന ആ ഒരു കഥ ഞാൻ കാണിച്ചത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഫസ്റ്റ് വണ്ടിയിൽ കയറാൻ പോവാണ്. അപ്പോൾ അതിന് കാത്തിരിക്കുക. അപ്പോൾ ആ വണ്ടി കയറിയാൽ നമുക്ക് ഫസ്റ്റ് പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി, തമ്പാനൂർ പോകാനുള്ള വണ്ടി, ഇലക്ട്രിക്കൽ വണ്ടി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വണ്ടിയിൽ കയറി. സൗണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഫസ്റ്റ് വണ്ടി കയറി ടിക്കറ്റ് എടുത്തു. ഓക്കെ, തമ്പാനൂരിൽ നിന്ന് വന്നു. ആ ബസ്സാണ് ബാഗ് കിടക്കുന്നത്. ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. രാവിലെ 6:30 റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടതാണ്. ട്രെയിൻ കയറേണ്ടായിരുന്നു, 6:30 ട്രെയിൻ കയറേണ്ടായിരുന്നു. പക്ഷേ ഇന്ന് യുദ്ധത്തിന് വരേണ്ട സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ 1 മണി വരെ വണ്ടി ഓടി, 1-2 മണി വരെ വണ്ടി ഓടി. അങ്ങനെ ഉറങ്ങിപ്പോയി. അത് ലേറ്റായത്. അതുകൊണ്ട് ആ ട്രെയിൻ മിസ്സായി. അതുകൊണ്ട് നമുക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കൊട്ടാരക്കര ബസ് കയറാം. ഇത് തിരുവനന്തപുരം സെൻറ്ററാണ്, ട്രിവാൻഡ്രം. ഇനി അടുത്തത് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിക്കാൻ പറ്റിയില്ല. ഇത് കൊട്ടാരക്കര ബസ്സാണ്. കയറി ഓടി വരുന്ന വഴിക്ക് ചാടി കയറിയതാണ്, സമയം പോയതുകൊണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇത് പഴയ ടിക്കറ്റാണ്. ഇതാണ് ഞാൻ ഓടുന്ന ഓട്ടോ സ്റ്റാൻഡ്, തമ്പാനൂർ അരിഷ്ടം. ഇതൊക്കെ എൻ്റെ ചേട്ടന്മാരാണ്. ഇവിടെ കിടന്നാണ് ഞാൻ ഓടുന്നത്, പാർട്ട് ടൈം ജോലി ചെയ്യുന്നത്. നമ്മൾ യുദ്ധസ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗണപതിക്ക് ഭഗവാനെ രക്ഷിക്കണേ, യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കണേ. ഇന്നലെ ഓടി കിട്ടിയ 700 രൂപ അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കടങ്ങൾ തീർത്തും മറ്റും ഒക്കെ കഴിഞ്ഞു. അതെടുത്ത് കൊടുക്കും. ഇന്നത്തെ ചിലവാണ്. രാവിലെ ഒരു ഭാഗം കഴിച്ച പോലുമില്ല, കഴിഞ്ഞ അടുത്തപ്പില്ല. 5 കൊല്ലം കൊണ്ട് അനുഭവിക്കുന്ന ദുരനുഭവങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ചിലർ പറയും എനിക്ക് ഭ്രാന്തുണ്ടോന്ന്. ആർക്കെല്ലാം ഭ്രാന്ത് പിടിച്ചു പോകും. കണ്ട, 2 മണിക്കൂറോളം യാത്ര ചെയ്യണം എങ്കിലേ യുദ്ധക്കാലത്ത് എത്തുന്നുള്ളൂ. അങ്ങനെ കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡാണ്. ആ കാണുന്ന ചുമന്ന ബസ്സാണ് ഞാൻ വന്ന ബസ്. ഇനി കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്, അവിടെ പോകണം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണത്. ആ കാണുന്നതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇപ്പം ഏകദേശം 1, 2, 3-ാമത്തെ ബസ് കയറാൻ പോവാണ്. ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കൊട്ടാരക്കര. ഇനി അടുത്തത് യുദ്ധക്കളവും യുദ്ധത്തിൻ്റെ സ്പോട്ടും ഒന്നും പറയുന്നില്ല, വീഡിയോ നിർത്തിയാണ്. ഇതാണ് എൻ്റെ 5 കൊല്ലം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ദുരിതം. ഇതിൽ നിന്ന് ഇവിടെ നിന്ന് അവർക്ക് വരാം. പക്ഷേ എനിക്ക് തിരുവനന്തപുരത്ത് നിന്നോണം ലീവ് എടുത്തിട്ടൊക്കെ ഞാൻ വരാറ്. ഇപ്പോൾ ലീവ് എടുക്കേണ്ട ദൈവം അനുഗ്രഹിച്ച് വന്നിട്ടില്ല. ഇനി അടുത്തത് യുദ്ധം കഴിഞ്ഞ ശേഷം കാണാം. താങ്ക് യു.